നൈവ തസ്യ കൃതേനാർത്തോ ന കൃതേനേഹ കശ്ചന നചാസ്യ സർവഭൂതേഷു കശ്ചിദർത്ഥ വ്യപാശ്രയ. ഭഗവത്ഗീത 3-ാം അധ്യായം കർമ്മയോഗത്തിലെ 18-ാമത്തെ ശ്ലോകമാണിത്. അവന് ഈ ലോകത്തിൽ കർമ്മം കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല, കർമ്മം ചെയ്യാഞ്ഞാലും യാതൊന്നുമില്ല. അവന് സകല ജീവികളിലും ഏതെങ്കിലും തരത്തിൽ ഒന്നിനെ ആശ്രയിക്കേണ്ടതായിട്ടുമില്ല. ഇതാണ് ഈ ശ്ലോകത്തിന്റെ സാരം. അതായത് ഏതെങ്കിലും തരത്തിലുള്ള ലാഭം നേടാമെന്ന ആകാംക്ഷയോടെയോ എന്തെങ്കിലും നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം കൊണ്ടോ ആണ് സാധാരണ ജനങ്ങൾ കർമ്മം ചെയ്യുന്നത്. തന്നിൽ തന്നെ ആത്മാവിനെ കണ്ടെത്തി ആത്മാരാമനും ആത്മതൃപ്തനുമായിരിക്കുന്ന ഒരു വ്യക്തിക്ക് കർമ്മം ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്തെങ്കിലും നേടാനുള്ള ആഗ്രഹമോ എന്തെങ്കിലും നഷ്ടപ്പെടുമോ എന്നുള്ള ഭയമോ അദ്ദേഹത്തിനില്ല. ഏതെങ്കിലും തരത്തിലുള്ള സന്തോഷത്തിനായിട്ട് ഒന്നിനെയും ആശ്രയിക്കുന്നുമില്ല. അദ്ദേഹം സ്വാനുഭൂതിയിൽ സ്ഥിരപ്രതിഷ്ഠനാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പ്രാപഞ്ചിക വസ്തുക്കൾ എന്ന് പറയുന്നത്, ഭോഗവസ്തുക്കൾ എന്ന് പറയുന്നത് മനസ്സിൽ ചാഞ്ചാടുന്ന അസ്വാസ്ഥ്യങ്ങളാണ്. ഈ അസ്വാസ്ഥ്യ തിരമാലകൾക്കിടയിൽ മിന്നിമറയുന്ന ആത്മചൈതന്യം മാത്രമേ അദ്ദേഹത്തിനുള്ളൂ. അതിനെ മാത്രമേ അദ്ദേഹം അറിയുന്നുള്ളൂ, അനുഭവിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഭഗവാൻ പറയാണ് അർജുനനോട്, അർജുന, നീ ആ നില പ്രാപിച്ചിട്ടില്ല. അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്നാണ് അടുത്ത ശ്ലോകങ്ങൾ കൊണ്ട് പറഞ്ഞു കൊടുക്കുന്നത്.